ഹലോ ഓൾ, വെൽക്കം ടു കൊമേഴ്സ് ഹെൽപ്പർ. MG യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്ററിലെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റാണ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് പോളിസിയുടെ മീനിങ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ബിസിനസ് പോളിസി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് കമ്പനി എടുക്കുന്നതാണ് ബിസിനസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫേമിൻ്റെ എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക് ആയിട്ടുള്ള വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ബേസ് ചെയ്തിട്ട് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതാണ് ബിസിനസ് പോളിസി എന്ന് പറയുന്നത്. ഇതിലൂടെ മാനേജേഴ്സിന് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും കൂടിയിട്ട് ബിസിനസ് പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഈ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് വാല്യൂസ് എന്ന് പറയുന്നത്? എക്സ്ട്രിൻസിക് വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ്, അവർക്കൊക്കെ വാല്യൂ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഈ എക്സ്ട്രിൻസിക് വാല്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫേമിന് ബേസിക്കായിട്ട് സർവൈവ് ചെയ്തു പോകാനും അതുപോലെ തന്നെ അവർക്ക് ഭാവിയിൽ സക്സീഡ് ചെയ്യാനും വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്ന കോർ വാല്യൂസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇൻട്രിൻസിക് വാല്യൂസ് എന്ന് പറയുന്നത്. സോ അതാണ് ബിസിനസ് പോളിസിയുടെ ഒരു മീനിങ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ബിസിനസ് പോളിസി ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഒരു ബിസിനസ് പോളിസിക്ക് 3 ഒബ്ജക്റ്റീവാണുള്ളത്. ഫസ്റ്റ്, നോളജ്. ബിസിനസ് പോളിസി സെറ്റ് ചെയ്ത് അത് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ചുറ്റിനുമുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആയാലും അല്ലെങ്കിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു നോളജ് കിട്ടുന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു നോളജ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫേമിൻ്റെ മിഷൻ ആയാലും ഒബ്ജക്റ്റീവ്സ് ആയാലും സ്ട്രാറ്റജീസ് ആയാലും അതെല്ലാം ഈ പറഞ്ഞ 3 നമുക്ക് അച്ചീവ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് സ്കിൽസ് ആണ്. അപ്പോൾ ബിസിനസ് പോളിസി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആവാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് പോളിസി പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഓറൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഡെവലപ്മെൻറ്റിലേക്കും കൂടി ലീഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ് ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ടാണ് ഈ നോളജും സ്കിൽസും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഒരു പ്രോപ്പർ മാനറിൽ ആ ഒരു ലേണറിൻ്റെ സൈഡിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണാൻ പറ്റും. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും 3 കാര്യങ്ങളാണ് ബിസിനസ് പോളിസിയുടെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് ബിസിനസ് പോളിസിയാണ്. ആദ്യത്തത് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഒരു ബിസിനസ് പോളിസി എന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. ബേസിക്കലി ഒരു ഗൈഡ് ഓഫ് ആക്ഷൻ ആണ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ക്ലാരിറ്റി. പോളിസി എപ്പോഴും ക്ലിയർ ആയിരിക്കണം, അൺക്ലിയർ ആയിട്ടൊന്നും പാടില്ല. അതുപോലെ തന്നെ ജാർഗൺസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്സ് കുറച്ച് പേർക്ക് മാത്രമേ മനസ്സിലാവുന്ന തരത്തിലുള്ള വാക്കുകൾ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിംപ്ലിസിറ്റി. ഒരു പോളിസി എപ്പോഴും സിമ്പിൾ ആയിരിക്കണം. അതായത് ആർക്ക് കണ്ടാലും ആർക്ക് വായിച്ചാലും അത് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ലോങ് ടേം പെർസ്പെക്റ്റീവാണ്. ഒരു ബിസിനസ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ ഇന്ന് സെറ്റ് ചെയ്തിട്ട് അത് അടുത്ത മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല, അത് എത്ര നാൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സോ നമ്മളൊരു ബിസിനസ് പോളിസി സെറ്റ് ചെയ്യുമ്പോഴും അത്രയും നാൾ ആ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന വരെ ഈ ഒരു പോളിസിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. സോ ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്കാണ് നമ്മളൊരു ബിസിനസ് പോളിസിയും സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫ്ലെക്സിബിൾ. നമ്മുടെ ചുറ്റിനും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. സോ അങ്ങനെ ഓപ്പറേഷൻസും ആപ്ലിക്കേഷൻസും ഒക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പോളിസിയും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നെക്സ്റ്റ് ഇസ് കോംപ്രിഹെൻസീവ്നെസ്. എന്തൊക്കെ തരത്തിലുള്ള ഇഷ്യൂസ് വരാം ഒരു കമ്പനിക്ക്, അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ആ ഒരു ബിസിനസ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് പോളിസി തന്നെ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ബിസിനസ് പോളിസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഫുൾഫിൽമെൻ്റ് ആണ്. നെക്സ്റ്റ്, ക്വാളിറ്റേറ്റീവ്, കണ്ടീഷണൽ ആൻഡ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ബിസിനസ് പോളിസി സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചറാണ് ആൻഡ് അത് കണ്ടീഷണലുമാണ്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് തോന്നാം ചില സിറ്റുവേഷൻസിൽ സ്പെസിഫിക് റീസൺസിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിലും മിക്ക
പ്രാവശ്യം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഒരു ബിസിനസ് പോളിസി എന്ന് പറയുന്നത് ജനറൽ ആണ്. നെക്സ്റ്റ്, ഗൈഡ് ഫോർ റെപ്പിറ്റേറ്റീവ് ഓപ്പറേഷൻസ്. ബിസിനസ് പോളിസി ഏറ്റവും ബെസ്റ്റ് ഒരു ഗൈഡായിട്ട് വരുന്നത് എപ്പോഴും വരുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് പോളിസി എന്ന് പറയുന്നത്. ഡേ ടു ഡേ ഓപ്പറേഷൻസിനൊക്കെ വേണ്ടി ഗൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബിസിനസ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൈറാർക്കി. ബിസിനസ് പോളിസിക്ക് ഒരു ഹൈറാർക്കി ഉണ്ട്. അതായത് നമ്മൾ ഓരോ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സും എടുത്ത് നോക്കുമ്പോഴേക്കും ഏതെങ്കിലുമൊക്കെ ഒരു ലെവലിലേക്കായിട്ട് അല്ലെങ്കിൽ ഈച്ച് ലെവലിലേക്കായിട്ടായിരിക്കാം ആ ഒരു ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അതുപോലെ തന്നെ ഈച്ച് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലും അതിൻ്റേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. നെക്സ്റ്റ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ബിസിനസ് പോളിസി ഇറ്റ് സെൽഫ് ഇസ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വരുമ്പോൾ ബിസിനസ് പോളിസിയിൽ എന്തെങ്കിലുമൊക്കെ ചോയ്സസ് മേക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് ആ ചോയ്സസ് ആരാണ് ആ ഡിസിഷൻ എടുക്കുന്നത് അയാളുടെ വ്യക്തിപരമായ ഇൻട്രസ്റ്റുകൾ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ്, റിസോഴ്സ് ഫോക്കസ് ആണ്. നമ്മുടെ ബിസിനസ്സിലുള്ള റിസോഴ്സസ് അതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള യൂട്ടിലൈസേഷൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഫീച്ചറായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, പോസിറ്റീവ് ഡിക്ലറേഷൻ. ബിസിനസ് പോളിസി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിക്ലറേഷനാണ്. അതായത് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കമാൻഡും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ ഫാക്ടറും കൂടി കൊടുക്കുന്നതായിരിക്കണം ആ ഒരു ബിസിനസ് പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഇസ് ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ. എല്ലാവർക്കും ഫെയർ ആയിരിക്കണം ആ ഒരു പോളിസി. ആൻഡ് അതുപോലെ തന്നെ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഓഫർ ചെയ്യുന്നതായിരിക്കണം ആ ബിസിനസ് പോളിസി. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് എ ബിസിനസ് പോളിസി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് പോളിസിയാണ്. അപ്പോൾ 3 തരത്തിലായിട്ടാണ് സിഗ്നിഫിക്കൻസ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് മാനേജ്മെൻറ്റിന് എങ്ങനെയാണ്, മിഡിൽ മാനേജ്മെൻറ്റ് ആൻഡ് സൊസൈറ്റിക്ക് എങ്ങനെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങനെ കീ സ്ട്രാറ്റജിസ്റ്റുകൾ അടങ്ങുന്നതാണ് ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ബിസിനസ് പോളിസി അവരെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ മാനേജേഴ്സിന് ഒരു സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് അപ്രോച്ച് എടുക്കാൻ വേണ്ടി സ്കിൽസും റിക്വയർഡ് നോളജും ആറ്റിറ്റ്യൂഡൊക്കെ ബിസിനസ് പോളിസിയിലൂടെ കിട്ടുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അത് ഓവർകം ചെയ്യാനും അവർക്ക് ഇതിലൂടെ പറ്റും. ആൻഡ് അടുത്തത് മിഡിൽ മാനേജ്മെൻ്റ് ആണ്. മിഡിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എപ്പോഴും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ മിഡിൽ മാനേജ്മെൻറ്റിന് അവിടെ നിന്ന് ടോപ്പ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പും കൂടി ബിസിനസ് പോളിസിയിലൂടെ കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് ബേസിക്കായിട്ട് വേണ്ടുള്ള എഡ്യൂക്കേഷൻ, നമ്മുടെ നോളജ് ഇമ്പ്രൂവ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബിസിനസ് പോളിസിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അടുത്തത് പിന്നെ ഒരു പോയിൻ്റായിട്ട് പറയുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനും കൂടിയിട്ട് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. മിഡിൽ മാനേജ്മെൻറ്റിന് കീഴിലായിട്ട് ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട് ആൻഡ് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനും ബിസിനസ് പോളിസി ഹെൽപ്ഫുൾ ആണ്. ലാസ്റ്റ്, സൊസൈറ്റി. സോ നമ്മുടെ ബിസിനസ്സിലുള്ള റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് സൊസൈറ്റിയുടെ നീഡ്സ് എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതിനും കൂടിയിട്ട് എനേബിൾ ചെയ്യുന്നതാണ് ബിസിനസ് പോളിസി എന്ന് പറയുന്നത്. ലാസ്റ്റ് പിന്നെ ഒരു പോയിൻ്റായിട്ട് പറയുന്നത് ബിസിനസ് പോളിസിയിലുള്ള കോഴ്സ് നമ്മൾ ബിസിനസ് പോളിസി പഠിച്ചു വരുമ്പോഴേക്കും ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ഇൻട്രസ്റ്റും കൂടി നമുക്ക് അനുസരിച്ച് അതിൻ്റെ ഫുൾഫിൽമെൻറ്റും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ് അങ്ങനെ വരുന്നതാണ് പല സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇവരുടെ എല്ലാവരുടെയും വേണ്ടത് അല്ലെങ്കിൽ അവർക്കെല്ലാം വേണ്ടതൊന്നും സെയിം ആയിരിക്കില്ല, പല കാര്യങ്ങളായിരിക്കും വേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അത് സാറ്റിസ്ഫൈ ചെയ്യാനും കൂടിയിട്ട് ബിസിനസ് പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് പോളിസിയാണ്. പലതരത്തിലുള്ള ബിസിനസ് പോളിസീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ഒറിജിനൽ പോളിസിയാണ്. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് ഒറിജിനൽ പോളിസി എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോളിസീസാണ് ഒറിജിനൽ പോളിസീസ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കാം. അതാണ് മേ ബി ബ്രോഡ് ഓർ സ്പെസിഫിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അപ്പീൽഡ് പോളിസീസാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്നില്ല, മാനേജേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരവരുടെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പറയും. ആൻഡ് സുപ്പീരിയേഴ്സ് അത് എന്താണെന്ന് നോക്കി മനസ്സിലാക്കി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് എത്തിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും അവർ സൊല്യൂഷനിലേക്ക് എത്തുന്നത്.
അങ്ങനത്തെ ടൈപ്പ് ഓഫ് പോളിസീസാണ് അപ്പീൽഡ് പോളിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇംപ്ലൈഡ് പോളിസീസാണ്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പോളിസീസ് ഒന്നുമില്ല, നമ്മൾ കണ്ടു അറിഞ്ഞൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് ഇംപ്ലൈഡ് പോളിസീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയാൽ ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആരും പറഞ്ഞു തരുന്നതല്ല, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടറിഞ്ഞ് ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പോളിസീസാണ് ഇംപ്ലൈഡ് പോളിസീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്റ്റേണൽ പോളിസീസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഏജൻസീസ്, ഗവൺമെൻറ്റോ ട്രേഡ് യൂണിയൻസോ ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എക്സ്റ്റേണൽ പോളിസീസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും ഫോളോ ചെയ്യേണ്ടതാണ്. അടുത്തത് ഇൻറ്റേർണൽ പോളിസീസ് ആണ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അവരെടുക്കുന്ന തീരുമാനങ്ങൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അറ്റൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്ന പോളിസീസാണ് ഇൻറ്റേർണൽ പോളിസീസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രൊഡക്ഷൻ പോളിസീസാണ്. ആ പേരിൽ തന്നെയുണ്ട്. പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോളിസീസാണ് പ്രൊഡക്ഷൻ പോളിസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് ടെക്നോളജി യൂസ് ചെയ്യണം, ഇൻവെൻട്രി ലെവൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസിയാണ് പ്രൊഡക്ഷൻ പോളിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പോളിസീസ്. പ്രൊഡക്റ്റ് മിക്സ് ആൻഡ് മാർക്കറ്റ് മിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പോളിസീസ് എന്ന് പറയുന്നത്. ഈ രണ്ട് മിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ പോളിസിയിൽ പറയുന്നത്. പ്രൊഡക്റ്റ് മിക്സിലാവുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഡിസൈൻ എടുക്കണം, എന്ത് ഷേപ്പ്, എന്ത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യണം. മാർക്കറ്റ് മിക്സിലാണെങ്കിൽ പ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യണം, പ്രൊമോഷൻ എങ്ങനെ ചെയ്യണം, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ സെറ്റ് ചെയ്യണം, അതൊക്കെയാണ് ഈ പോളിസിയിൽ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് പോളിസിയാണ് ഫിനാൻഷ്യൽ പോളിസി എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് എന്ന ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ബിസിനസ് പോളിസിയാണ് ഫിനാൻഷ്യൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്, ഫണ്ട് റേസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് ഏതൊക്കെയാണ്, ക്രെഡിറ്റ് പോളിസി എന്താ, പ്രോഫിറ്റ് പോളിസി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ പോളിസി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. അടുത്ത യൂണിറ്റായിട്ട് വീഡിയോ വരുന്നതായിരിക്കും.